ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വികാരിയച്ഛനായി ചാർജ് എടുക്കുന്നത്. വികാരിയച്ഛനായി ചാർജ് എടുത്ത അവസരത്തിൽ വളരെയധികം പ്രശംസനീയ വാക്കുകൾ എനിക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടുന്നതിനെക്കുറിച്ചും പലരും സൂചിപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞതിൽ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഇത് ഞാനല്ല ചെയ്തതെന്ന് എനിക്കറിയാം. പരിശുദ്ധ അമ്മയാണ് എന്നെക്കൊണ്ടത് ചെയ്യിപ്പിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ കീർത്തി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ ഇവിടെ കാരണമായത് മീനാക്ഷി അമ്മയുമായി ബന്ധപ്പെട്ട അത്ഭുതമാണ്. പലരും അത് ഒരു ഐതിഹ്യമാണ് അല്ലെങ്കിൽ ഒരു കെട്ടുകഥയാണ് എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അവർ ജീവിച്ച വീടും പറമ്പും വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പല പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും അത് നടത്തിയെടുക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ദൈവനിയോഗം എന്നോണം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രേരണ എന്നോണം ഞാൻ അതിന് മുതിരുകയും അവർ അനുകൂലമായി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും അത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് അത് വാങ്ങിക്കുവാൻ സാധിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയായിരിക്കും അവരെ കൊണ്ട് അത് തരാനായിട്ട് തോന്നിപ്പിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വരുന്ന സാഹചര്യത്തിൽ ഈ ബസലിക്കയുടെ 500-ാം വാർഷികമാണെന്ന് ഒരു പൊതുധാരണ ആരിലും ഉണ്ടായില്ല. എന്നാൽ ചരിത്രം പരിശോധിച്ചപ്പോൾ അത് തിരിച്ചറിയുകയും സാവധാനത്തിൽ ആ ജൂബിലി ആഘോഷത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങുകയും അങ്ങനെ പ്രവർത്തനങ്ങൾ കൂടുതൽ ദ്രുതഗതിയിലും ഉന്നതമായ രീതിയിലും ചെയ്യാനായിട്ട് എനിക്ക് ശുശ്രൂഷ കാലത്ത് വഴിയൊരുങ്ങി. പ്രത്യേകിച്ച് ഒരു ജൂബിലി വർഷത്തിൽ ഏറ്റവും കൂടുതൽ നവീകരിക്കപ്പെടേണ്ടത് ദേവാലയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ച് അതിമനോഹരമായിട്ടുള്ളൊരു സാങ്ച്വറി അത് കാലപ്പഴക്കം കൊണ്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടുമൊക്കെ അല്പം ജീർണാവസ്ഥയിലായിരുന്നു. അത് നവീകരിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഇപ്രകാരം ആ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആർക്കിയോളജി പഠിച്ചിട്ടുള്ള സത്യജിത് ബെൻ എന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഡൽഹിയിലാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹകാരിയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗൈഡുമായിരുന്ന അൽഫോൺസ് പനക്കൽ അച്ഛൻ ചാലക്കുടിയിൽ ശ്രീശങ്കര കോളേജിൽ നിന്ന് ഡോക്ടറൽ ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആറവിളി കോളേജിൽ ഡീനായിരുന്ന പനക്കൽ ആൻ്റണി സാറും ഈ 3 പേരും ചേർന്ന് ഇതിൻ്റെ സംരംഭം ഏറ്റെടുക്കാനായിട്ട് മുൻപോട്ട് വന്നു. അവർ ഏറ്റെടുക്കുവാൻ മുൻപോട്ട് വന്നപ്പോഴേറെ സന്തോഷം തോന്നി. കാരണം അവർക്ക് 3 പേർക്കും ചരിത്രത്തെക്കുറിച്ചും വാസ്തുശില്പകലയെക്കുറിച്ചും ചിത്രരചനയെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് അറിവുള്ള വ്യക്തികളാണ്. ഈ 3 പേരും കൂടി ഒരുമിച്ച് ചേർന്ന് അതേക്കുറിച്ച് വിശദമായി പഠിച്ച് നമ്മുടെ പഴയ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ പുറത്ത് കാലഗതിയിൽ വന്ന മാറ്റങ്ങളും നടന്ന ഓവർ പെയിൻറ്റിങ്ങും സാവധാനത്തിൽ അവർ മാറ്റി. എന്നിട്ട് എപ്രകാരമാണ് ഇത് വരച്ചത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ പല പെയിൻറ്റിങ്ങും അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിൽ തെളിച്ചപ്പോൾ കുറച്ചുകൂടി ഒരു ദൈവികമായിട്ടൊരു പരിപാലന പല രംഗത്തും അവിടെ കാണാൻ സാധിച്ചു. നഷ്ടപ്പെടാമായിരുന്നത് പോലും നഷ്ടപ്പെടാതെ രീതിയിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു.
അതുകൊണ്ട് തന്നെ നമ്മുടെ അൾത്താരയിലെ പെയിൻറ്റിങ് പഴയ പെയിൻറ്റിങ് ആണെന്ന് വെച്ചാൽ പഴയ പെയിൻറ്റിങ് തന്നെയാണ്, പുതിയതാണെന്ന് വെച്ചാൽ പുതിയതുമാണ്. അത്തരമായ ഒരു മനോഹരമായ വർക്ക് ഈ 3 പേരും കൂടി ചേർന്ന് നമ്മുടെ ബസിലിക്കയ്ക്ക് വേണ്ടി ചെയ്തു തന്നു. എൻ്റെ മെത്രാൻ അനൗൺസ്മെൻ്റ് നടന്ന സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞൊരു കാര്യം, അച്ഛൻ മാതാവിൻ്റെ അൾത്താര ഗ്ലോറിയസ് ആക്കി, അതുകൊണ്ട് പരിശുദ്ധ അമ്മ അച്ഛൻ്റെ ജീവിതവും മഹത്വപൂർണ്ണമാക്കി എന്നുള്ളതാണ്. പലരും എന്നോട് അതേക്കുറിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കാളും ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നുന്നത് അൾത്താര നവീകരണം നടത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നാം മഹത്വം നൽകുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ കഴിഞ്ഞ കാലം ഇവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിരവധിയായ അത്ഭുതങ്ങൾ വ്യക്തികൾക്ക് നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബം വന്ന് നൽകിയൊരു സാക്ഷ്യമാണിത്. അവരുടെ ഭർത്താവിന് കണ്ണിന് തിമിരം ബാധിച്ചു. ഓപ്പറേഷനുകളൊക്കെ നടത്തിയെങ്കിലും കാഴ്ച കുറഞ്ഞു വന്നു. അങ്ങനെ കാഴ്ച ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ അടുക്കലേക്ക് വരുന്നത്. അവർ പ്രാർത്ഥിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ കിണറിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി അവർ വീട്ടിൽ ചെന്നു. അപ്പോൾ വീണ്ടും ഡോക്ടറെ ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് കൊണ്ട് കാണാൻ പോയപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒരു ഓപ്പറേഷന് വിധേയമാക്കാമെന്ന് പറഞ്ഞു. അവർ ആദ്യം മടിച്ചെങ്കിലും പിന്നീട് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ചെയ്തു. പരിശുദ്ധ അമ്മയെ വന്ന് കണ്ടു കഴിഞ്ഞ ശേഷം ഡോക്ടർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലേക്ക് വന്നു. കാഴ്ച പൂർണ്ണമായിട്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ നിരവധിയായ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ ഇവിടെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ ആരെങ്കിലും മഹത്വപ്പെടുത്തുന്നെങ്കിൽ അവരുടെ ജീവിതം മഹത്വമായിരുന്നു തീരും. ഞാൻ ഓർക്കുകയാണ്, ജൂബിലി പ്രഖ്യാപിച്ചപ്പോൾ 2 ലക്ഷ്യങ്ങളാണ് മനസ്സിലുണ്ടായത്. ഒന്നാമത് ഇടവകയുടെ കൂട്ടായ്മ, രണ്ടാമത് പരിശുദ്ധ അമ്മയുടെ മഹത്വം ലോകമെങ്ങും പ്രചരിപ്പിക്കുക, കീർത്തി പ്രചരിപ്പിക്കുക. യഥാർത്ഥത്തിൽ എൻ്റെ ഈ കൊച്ചു പദവി ലഭിച്ചതിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആഴത്തിലും പരപ്പാർന്നും എനിക്ക് പ്രഘോഷിക്കാനുള്ള ഒരു നല്ല സാക്ഷ്യമായിട്ട് എനിക്ക് ഇതനുഭവപ്പെടുകയാണ്. സാധാരണ ഞങ്ങളുടെ ഇടവക്കാരുടെ ചൊല്ലുണ്ട്, പുറത്തുനിന്ന് ആളുകൾ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകും, ഇടവക്കാർക്ക് കാര്യമായിട്ടൊന്നും ലഭിക്കാറില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് അവരോട് പറയും, നോക്കുക, ഇടവക്കാരനായി എനിക്ക് പരിശുദ്ധ അമ്മ ചെയ്തൊരു അത്ഭുതം നോക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഇടവക്കാരെന്നോ വിജാതീയരെന്നോ സജാതീയരൊന്നുമില്ല, ആര് അഭയം തേടിയാലും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന്.